കോമഡി ആക്ഷൻ ഓറിയൻറ്റഡ് സബ്ജക്റ്റാണ്. 2 മണിക്കൂർ ഡ്യൂറേഷനാണ്. 2 മണിക്കൂർ 5 മിനിറ്റ് സംതിങ് ആണ്. കൂടുതലും ആക്ഷനും പിന്നെ സിറ്റുവേഷൻ കോമഡീസ് കാര്യങ്ങളുണ്ട്. അതായത് ചന്തു എന്ന് പറയുന്ന ഒരാളുടെ ലൈഫ്, പുള്ളി സ്റ്റുഡൻ്റാണ്. പുള്ളിയുടെ കൊള്ളാം, കുഴപ്പമില്ല, ആവറേജ് മൂവിയാണ്. എല്ലാവരും വന്ന് കാണുക, നല്ല പടമാണ്, കുഴപ്പമില്ല. ലൈഫിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സംഭവങ്ങളും പുള്ളി അതിനെ നേരിടുന്നതൊക്കെയാണ് പടത്തിൽ പറയുന്നത്. കുഴപ്പമില്ല, നമുക്ക് കണ്ടിരിക്കാം. നല്ല രസകരമായ ഒരു പടമാണ്. പീറ്റർ ഹൈൻ്റെ ആക്ഷനും സീക്വൻസ് ഒക്കെ കൊള്ളാം. ക്ലൈമാക്സിലോട്ട് പോകുമ്പോൾ ഉള്ള കുറച്ച് ഒരു 10-15 മിനിറ്റ് സ്റ്റോറി കൊള്ളാം. ഓവറോൾ ഇതിൻ്റെ മേക്കിങ്ങിലാണ് കാര്യമായിരിക്കുന്നത്. ത്രെഡിനേക്കാൾ ഉപരി ഇതിൻ്റെ മേക്കിംഗ് നല്ല ക്വാളിറ്റി ഉണ്ട്. അതായത് എന്താണ്, ഒരു ആക്ഷൻ, എന്താ പറയുക, ഒരു കോമഡി സബ്ജക്റ്റാണ്. നൈസായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. കൊള്ളാം. വിഷ്ണു അതെ അത് സ്കൂൾ സ്റ്റുഡൻ്റ് ആയിട്ടാണ് വരുന്നത്. പുള്ളിയുടെ 1-2 അപ്പിയറൻസും കാര്യങ്ങളും ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളെല്ലാം കൊള്ളാം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പടം. സോങ് ഉണ്ട്, സോങ് കുഴപ്പമില്ല. ഓവറോൾ ഇതിന്റെ മേക്കിംഗ് തന്നെയാണ് കാര്യമായിരിക്കുന്നത്. മേക്കിംഗ് ഒക്കെ നൈസായിട്ടുണ്ട്, നല്ല പടമാണ്. വേറെ ലെവലിലോട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മുടെ മാർഷ്യൽ ആർട്സും പിന്നെ എന്താ പറയുക, നാടൻ ഫൈറ്റും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ്. പെർഫോമൻസും വിഷ്ണു ഉണ്ണികൃഷ്ണനും ലെനയും ലാലു അലക്സും ഇവർ 3 പേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല കുഴപ്പമില്ലാത്തൊരു സിനിമയെ കണ്ടിരിക്കും. പടത്തിന്റെ സ്റ്റോറി പറഞ്ഞില്ലേ, ഇടിയനായ ഒരു പോലീസുകാരന്റെ ഇടിയനായ ഒരു മകന്റെ കഥ. അത് തന്നെയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. മെസ്സേജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ സ്കൂൾ ഇത് മെയിനായിട്ട് പറയുന്ന ഒരാള് അയാളുടെ ഫാദർ ഒരു പോലീസുകാരനാണ്. അപ്പൊ അയാളുടെ ഒരു ക്യാരക്ടർ വെച്ച് ഈ പയ്യന്റെ ലൈഫിൽ ഇതേപോലെ അയാൾ ആയി തീരുമെന്നൊരു ക്യൂരിയോസിറ്റി നമുക്ക് ത്രൂ ഔട്ട് ഉണ്ട്. പക്ഷെ അങ്ങനെ അല്ലാതെ വളരെ എന്താണ് ഇത് ഒരു നമ്മുടെ +2 കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിൽ +2 കാലഘട്ടത്തിലുള്ള ഒരു പിള്ളേരുടെ ലൈഫും അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചില ഇൻസിഡൻസും അതിനുള്ള ഒരു സൊല്യൂഷനും ആയിട്ടാണ് എനിക്ക് ഈ ഫിലിം ഫീൽ ചെയ്തത്. നല്ല രസമുണ്ട്, ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു ഫൺ മൂവിയാണ്. 2 hours അത്യാവശ്യം ഉണ്ട്. എല്ലാ ഒരു ക്യാരക്ടറിനല്ല ബ്രോ, എല്ലാവർക്കും ഫൈറ്റ് ആണെങ്കിൽ മെയിൻ ആക്ടർ മാത്രമല്ല ബാക്കി എല്ലാവർക്കും അതിൻ്റെ ഈക്വലായിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് എല്ലാവരും അത് ചെയ്യുമ്പോൾ നമുക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ടും കൺവിൻസിംഗ് ആയിട്ടും ഫീൽ ആവുന്നുണ്ട്. പടം കൊള്ളാം, നിങ്ങൾ ഫാമിലി ആയിട്ട് കാണുന്നതായിരിക്കും. വിഷ്ണുവിൻ്റെ ആക്ടിങ് പൊളിയായിരുന്നു കേട്ടോ. കാര്യം റിയലായിട്ട്, അതായത് റിയൽ ഹീറോ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പുള്ളി കൊള്ളാം നല്ലവണ്ണം. കാര്യം വലിയ പൃഥ്വിരാജ് അവരെ കണക്കൊന്നും ഹൈപ്പില്ലാതെ നമ്മൾ ഇതിനൊക്കെയുള്ള കൊച്ചു പടങ്ങളൊന്ന് കണ്ട് വിജയിപ്പിക്കണം. കാര്യം കൊള്ളാം, പുള്ളിയുടെ ആക്ടിങ് എല്ലാം കൊള്ളാം. വളരെ എനിക്ക് ആവറേജ് പടം ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. എല്ലാവരും വന്ന് കണ്ടിട്ട് ബാക്കി. നന്നായിട്ടുണ്ട് ബ്രോ, നല്ല രസമുണ്ട്. ഈ അടുത്തിറങ്ങിയ വലിയൊരു പടത്തിന്റെ ക്ഷീണം ഈ പടം എന്നെ സംബന്ധിച്ചിടത്തോളം മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് രസകരമായിട്ടുള്ള പടമാണ് ബ്രോ. ജസ്റ്റ് ഒരു ഫാമിലി ആയിട്ട് കാണുന്ന ഫൺ മൂവിയാണ്. കോമഡി നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട് പലരുടെയും. പിന്നെ ഒരു ഫസ്റ്റ് ഹാഫ് ഞാൻ വിചാരിച്ചു ഓക്കെയാണ്, പക്ഷെ സെക്കൻഡ് ഹാഫാണ് കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ പടത്തിന്റെ. ത്രൂ ഔട്ട് കോമഡി നല്ലപോലെ ഉണ്ട്, പടം അടിപൊളിയായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. എടുത്തു പറഞ്ഞാൽ ഇതിൽ ചില ക്യാരക്ടേഴ്സ് നമ്മൾ അവരധികം ഫിലിമിൽ കണ്ടിട്ടില്ല. ഒരുപാട് പുതിയ ക്യാരക്ടേഴ്സിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ സിനിമ പറഞ്ഞു വന്നു വെച്ചാൽ നമ്മൾ ഈ +2 കാലഘട്ടത്തിലൊക്കെ നടക്കുന്ന ചില സംഭവങ്ങളൊക്കെയാണ്. ഇത് പേരിട്ടപ്പോൾ ഞാൻ വെച്ചിട്ട് ത്രൂ ഔട്ട് ഇടിപടമായിരിക്കും ദൈവമേ എന്ന്. പക്ഷെ അങ്ങനെയല്ല, ഒരു +2 കാലഘട്ടത്തിൽ നടക്കുന്ന ചില ആളുകളുടെ ഒരു സംഭവം വളരെ രസകരമായിട്ട്, എന്നാൽ ഇതിൻ്റെ ഫൈറ്റ് വേണ്ട എലിമെന്റ്സ് കറക്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫിലിമാണ്, ഏതായാലും വന്ന് കാണണം, നല്ലൊരു മൂവിയാണ്. സ്റ്റോറിയൊക്കെ എങ്ങനെയുണ്ട്? 18-ാം പടി അതൊന്നുമില്ല, ഇത് ഒരു ടിപ്പിക്കൽ റിവെഞ്ച് ഡ്രാമ. അതാണ് പോകുന്നത്. ഈ +2 അടി അതൊന്നുമല്ല, ഇതൊരു റിവെഞ്ച് ഡ്രാമ ആയിട്ടാണ് പോകുന്നത്. ജസ്റ്റ് കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. പടം ജസ്റ്റ് കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. ജസ്റ്റ് അടി ഇടി അതൊക്കെയാണ് ഉള്ളത്. പീറ്റർ ഹൈൻ്റെ ആയിട്ട് ഒരു ട്രേഡ് മാർക്ക് അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒരു ഡീസൻ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഒരു സ്റ്റോറി അങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു റിവെഞ്ച് ഡ്രാമ, അതാണ് പടം പറഞ്ഞു പോകുന്നത്. RDX ഒന്നുമില്ല, ജസ്റ്റ് ഒരു കൊച്ചു പടം, ഒരു ചെറിയ പടം. അത് എടുക്കാൻ പറ്റുന്ന ഒരു ഡീസൻ്റായിട്ട് എടുത്തു പോയിട്ടുണ്ട്. വലിയൊരു ഇതൊന്നുമില്ല. പീറ്റർ ഹൈൻ്റെ ടാഗൊന്നും വെച്ച് പടം കാണാമെന്ന അത്രയൊന്നുമില്ല. നല്ലൊരു ഡീസൻ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. മാസ് കുഴപ്പമില്ല, എന്നാൽ ഒരു ആവറേജ് വാച്ച്, അത്രേ ഉള്ളൂ. അധികം പൊക്കി പറയാനൊന്നുമില്ല. ഒരു ഡീസൻ്റായിട്ട് ആ പടം എടുത്തു പോയിട്ടുണ്ട്. വലിയ അടിയും ബഹളങ്ങളൊന്നും അത്ര ഇല്ല, ഇത്രേ ഉള്ളൂന്ന് തോന്നി പോകും. എന്നാലും കുഴപ്പമില്ല. പീറ്റർ ഹൈൻ്റെ ടാഗൊന്നും അധികം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഡീസൻ്റായിട്ട് എടുത്തു പോയിട്ടുണ്ട് പടം. സ്റ്റോറി ഒരു റിവെഞ്ച് ഡ്രാമയാണ്. അത് പടം അവർ +2 അടി എന്നൊക്കെ പറഞ്ഞാലും പടം അവസാനം വരുമ്പോൾ ഒരു റിവെഞ്ച് ഡ്രാമയായിട്ടാണ് പടം പോകുന്നത്. കുഴപ്പമില്ല, ഒരു ഡീസൻറ്റ് വാച്ച്, അത്രേ ഉള്ളൂ. ഒരു സോഷ്യൽ മെസ്സേജ് പറയുന്നുണ്ട് പടം. ഡ്രഗ്സ് അതിൻ്റെ എതിരെയൊക്കെ പറയുന്നുണ്ട്. കുഴപ്പമില്ല, ഒരു ആവറേജ് ഡീസൻറ്റ് വാച്ച്.